നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. നോ ബേബി, ഞാൻ നാളെ പെറു വരെ ഒന്ന് പോകും. പെറു 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 ഉള്ളി. ഇല്ല, ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങള് അതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നതല്ലേ. പിന്നെ പാരീസ് ഹിൽട്ടൺ ഒതുക്കും, ന്യൂ ജേഴ്സി, വെസ്റ്റ് ജർമ്മനി, അങ്ങനെ എങ്ങും കേറാതെ നേരെ ലാസ് വേഗാസ്. സത്യം തിരിച്ചു വരുമ്പോ ഞാൻ ചക്കരക്ക് എന്താ കൊണ്ടുവരണ്ടേ? ചായ. ചായ? ഓക്കേടാ, ബൈ. ചേട്ടാ ചായ ഇല്ലേട്ടാ? ആദ്യം പറഞ്ഞോടാ. അങ്ങനെ ഇപ്പൊ താന്റെ ചായ കുടിച്ച് അപ്പിടേട്ടാ. എത്തിലോ ആരുടെ പറമ്പിലേക്കാണാവോ? എന്റെ കുട്ടടാ, നിങ്ങൾ ഇത്ര ലേറ്റ് ആയേ? ഒന്നും പറയണ്ട, പകുതി പല പിള്ളേര് തട്ടിക്കളഞ്ഞു. കുട്ടാ, നീ ഇന്നലെ എന്ത് പോക്കിഷ്ടാ പോയത്? നിനക്ക് എന്തുട്ടാ പറ്റിയേ? അത് നമ്മുടെ ശില്പയുടെ പിള്ളേരല്ലേ, അവറ്റുള്ള എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നിന്റെ പിറകെ തീ പിടിച്ചു. കുട്ടടാ, ആ കുട്ടികളെ കാണാൻ ഞാൻ അങ്ങോട്ട് വരണ്ടട്ടാ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോരാ, നല്ല കാഞ്ഞ വിത്തോളാ. അതൊന്നൊരു വിഷയമില്ല. എന്താ ഇന്ന് കട തുറന്നില്ലേ? നമ്മുടെ മോണ്ടല്ലോ ജിതേന്ദ്രൻ, ആള് വൈകോളും. അല്ല ശ്രീകുട്ടാ, ശില്പയുടെ കാര്യം കഷ്ടാവൂലോ? ഒറ്റയ്ക്കാ മരുഭൂമിയില്. ശ്രീധരൻ എന്തുട്ട് തേങ്ങ പറയണേ? ബന്ധു ഉപേക്ഷിച്ച് കഴിഞ്ഞാ പിന്നെ ആ പെണ്ണെങ്ങനെ അവിടെ നിക്കുക? നിക്കാനൊക്കെ പറ്റും, എങ്ങനെ? പക്ഷെ അറബീനെ കെട്ടണം. അതിനാണ് കുട്ടികളെ കൂടെ വിട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ അറബി സമ്മതിക്കില്ലെന്ന് ഇല്ലേ കുട്ടാ? ഒരു തെമ്മയുണ്ടല്ലോ, വെറുതെ കിടന്ന് വളവളാന്ന്. കേട്ടോണിയെ, ഞാൻ ഇറങ്ങണ്ട. മറ്റവന്റെ കൂടെ പോയ നിന്റെ ഭാര്യ തിരിച്ചു വന്നാ? വരില്ല, ഇത് തന്നെ. എന്റെ അച്ഛന്റെ പ്രായം അവൻ കേട്ടെങ്കി ഇപ്പൊ നിന്നെ കൊന്നേനെ. എന്റെ മോതാണില്ലേ കൊമ്പഞ്ചിലയുടെ പോലെ. അതെ, ദിവന്റെ മൂത്ത മോല്ലേ ജിതേന്ദ്രൻ, അതിന്റെ അല്ലാന്ന്. ശ്രീധരാ, എന്തേ വീട്ടിൽ പോണില്ലേ? ആകെ ഒരു ചായയും കുടിക്കും, കാശ് വെച്ചാ ചെവിയും കേൾക്കൂല. കൊലയൊക്കെ ഗുമുഗുമാന്ന് വന്നേ. എന്തുകൊണ്ടാ വെറുതെ വേഷം തിന്നണ? നമുക്ക് ചാണം മതി. തിന്നാനാ? തിന്നാനല്ല, ചോട്ടിലിടാൻ. എന്തുട്ടാ അവിടുന്ന് പോകാൻ വരണേ? ആ പിള്ളേരാണല്ലോ ഇവിടെ കളിക്കണേ. പോകേട്ടോ അത്. നിങ്ങൾ വന്നേ. അയ്യോ, കത്തിക്കാണ്. ൂരുത്തങ്കട്ടങ്ങള്. ദുഷ്ട വർക്ക് ചെയ്യുന്നോണ്ടില്ലേ? കളിക്കരുതിട്ടോ. പിള്ളേരില്ലാണ്ട് ഒരു സുഖമില്ല. നിനക്കൊന്നും തോന്നുന്നില്ലേ? എടി, നീ പിള്ളേരെക്കാളും കഷ്ടാണല്ലോ. എടി വട്ട് കേസേ, അവർ അച്ഛനമ്മയുടെ അടുത്തല്ലേ. സോ നോ ഇഷ്യൂസ് യാർ. അല്ലെങ്കിൽ ഈ പ്രസന്റേഷൻ സമയത്ത് അവരുടെ ഇല്ലാത്ത നന്നായി. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നിന്റെ ഡിപ്പാർട്ട്മെന്റ് ക്ലയന്റ് ഹാൻഡ്ലിംഗ് അല്ലേ, പഞ്ചാരടിച്ച് നിന്നാ മതിയല്ലോ. എന്റെ തല വർക്ക് ചെയ്താലേ മാമുണ്ണാൻ പറ്റൂ. വന്നു. ഇതേതാ പുതിയൊരു ഐറ്റം? ഇവനൊന്നും ജിമ്മിൽ നിന്ന് ഇറങ്ങാറില്ലേ? ഐ സ്വെയർ. ഓ, നടന്നോളൂ, നടക്ക് നടക്ക്. അയ്യോ, ഓടണ്ട ഓടണ്ട. അത് കഥന പൊട്ടിയല്ലേ?
വിലാസിനമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ദുബായിലെ ശില്പയുടെ കുട്ടികളാ. നീ ഏതാ? അത്ര അങ്ങോട്ട് ചിരിക്കാനൊന്നും ഇല്ല കേട്ടോ. അമ്മേനെക്കാൾ 5 വയസ്സിനുള്ള ഏതാ? മിണ്ടാണ്ട് പാടാ മക്കളെ. ചെരുപ്പ് ഇവിടെ ഇവിടെ വന്നോളൂ. ഞാൻ ആ തൊമാപ്പളി കണ്ടുവരാം കേട്ടോ. വരും. വാ. ദാ, അമ്പലത്തിനകത്ത് കയറുമ്പോഴെങ്കിലും പറഞ്ഞു കേൾക്കില്ല. ആ ടോണിയെ എന്തുട്രാ? ഇല്ല ഞാൻ വീട്ടിലില്ല. ഞാൻ അമ്പലത്തിൽ എന്താ? ആ ഏയ് നീ പരിസരത്തുണ്ടാ? എവിടെയല്ലേ? അങ്ങോട്ട് വാ അങ്ങോട്ട് വാ. ആ തിരുമേനിയേ. ആ ആ മേടിച്ചു മേടിച്ചു. താങ്ക് യു അങ്കിൾ. സോറി അങ്കിൾ, എനിക്ക് ബനാന വേണ്ട, എനിക്ക് കിറ്റ്കാറ്റ് മതി. അയ്യോ, ഇങ്ങനൊന്നും പറയില്ലേ. ദുബായിൽ വന്ന കുട്ടികളാണ്. ഇതൊന്നും അറിയില്ല. വരൂ വരൂ. അവര് ദുബായിൽ ഇത് വല്ലതും കണ്ടിട്ടുണ്ടോ? ആ സുശീലേ, കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഇതിപ്പോ എന്തുടത്? കടവടയും പാലിന്റെ കാശും കായകളുടെ കാശും എന്നെ തരാം. ഏയ് നീ എന്തൊരു കിടന്ന് കളിക്കുക? ഇത് കായക്കളുടെ കാശ് മാത്രമല്ലേ ഉള്ളൂ. അതെ, ആ എന്നാ പാലിന്റെ കാശ് അവിടെ നിൽക്കട്ടെ. വാടക പിന്നെ തന്നെ. ഊത്തപ്പം വേണോ പെണ്ണെ? ബോണ്ട വേണോ? ഊത്തപ്പം വേണോ പെണ്ണെ? അവളുടെ അപ്പനാരെന്ന് അറിയും നിനക്ക്? നിന്റെ ബോണ്ട് അടിച്ചാൽ ഊത്തപ്പം. ഫേസ്ബുക്കിൽ നോക്കി ആരും തല്ലേന്നുമില്ലോ. എന്നിട്ട് ഞാൻ അവളെ പോക്കി അവളെ മെസ്സേജ് ചെയ്യും. വേണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് ഞാൻ അവളെ ഫോളോ ചെയ്യും. വേണ്ടി വന്ന് ക്യാൻഡി ക്രഷ് ഇട്ട് അലക്കലക്കും കുട്ടേട്ടാ. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ച അവിടെ കുടുംബം കുളക്കോ നീ? എന്നാ പിന്നെ നമുക്ക് തൽക്കാലം ഷട്ട് ഡൗൺ ചെയ്യാം. ഏയ് നീ വെറുതെ കാര്യമില്ലാത്ത കാര്യങ്ങളൊന്നും കാണിക്കില്ലട്ടോ അവളെ. അല്ലാണ്ട് കുട്ടനെ ഒഴുകി ഞാൻ പോയിട്ട് വരാം. ശരിക്കും ഷട്ട് ഡൗൺ ചെയ്ത് കാണിക്കൂ. കുട്ടാ, ഓ അപ്പൊ നീ അമ്പലത്തിൽ കയറില്ലേ? ഏയ് ഇല്ല, ഞാനേ നമ്മുടെ ടോണി വന്നിട്ടുണ്ടായിരുന്നു കായ്ക്കളുടെ കാശായിട്ട്. ഏയ് അവര് ഇറങ്ങിയില്ല ഇതുവരെ. ഇതെന്തു ചോദിച്ചേ? മോന്തിക്ക് വോൾട്ടേജ് കുറവ്. ഏയ് പറഞ്ഞു പിടിച്ചു വന്നപ്പോഴേക്കും പിള്ളേര് പോവാറായി. അവരൊക്കെ വന്നപ്പോഴാ ഒരു അനക്കൊക്കെ ഉണ്ടായല്ലേ? ശരിയാ, ഒരാഴ്ച കൂടിയൊക്കെ നിർത്തായിരുന്നു. വിശ്വാസികള് നിനക്കും പറ്റണില്ലല്ലേ? സാരില്ല. ഞാൻ കയ്യോടെ പോയി ആ തോമപ്പള്ളിയുടെ വണ്ടി റെഡിയാക്കുന്നുണ്ട്. അയാളുടെ വണ്ടിയാകുമ്പോഴേ നല്ല സൗകര്യണ്ടേ. മറ്റന്നാ കൊടൈക്കനാലിൽ പോകണ്ടല്ലേ? ആ നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി റെഡി ആയിക്കോ. ഏയ് ഞാൻ എന്തിനാ റെഡി ആവണേ? കുട്ടികളല്ലേ പോണേ. ഒന്ന് പോടാ, അവരെ കൊണ്ടാക്കണം നീയല്ലേ? നമുക്ക് ഡാൻസ് കളിക്കാം. അയ്യോ, അമ്മമ്മക്ക് ഡാൻസ് അറിയില്ല. മതിയോ? പിന്നെ ഇങ്ങനെയും ഇങ്ങനെയും. പാച്ചു, 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 മോനെ, ചേട്ടാ, മോനെ പാച്ചു. അയ്യോ ചേട്ടൻ, എന്താ അവര് ചെയ്തേ? പാച്ചു, അപ്പൂപ്പൻ ചേട്ടനെ കൊന്നു. അമ്മേത് പറഞ്ഞു കൊടുക്കും. പാച്ചു, ജടക്കുറുമ്പ പറ്റിച്ചേ. അയ്യേ, അപ്പൂപ്പനെ പറ്റിച്ചേ. നീ കൊള്ളാലോടാ ചക്ക. വണ്ടി വന്നുട്ടാ. തോക്കൊക്കെ ആയിട്ട് ഇതെന്താ തീവ്രവാദികളാ? അപ്പുറത്തേക്ക് പോയാ കുമാരേട്ടാ, ആ പെട്ടി സാധനങ്ങളൊക്കെ എടുത്തോ. ഓ ആയിക്കോട്ടെ, ഇപ്പൊ എടുക്കാം. ഏയ് എന്തുട്ര കിടന്ന് കാണിക്കണേ? ഇതെങ്ങനെ തുറക്കണെന്ന് അറിയില്ല നിനക്ക്? ചോദിക്കാൻ പറഞ്ഞല്ലോ. ആ തോമാപ്പിളെ വിളിച്ചേ. അവിടെ ഇരുന്ന് നന്നായിട്ട് താങ്ങണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ചോദിച്ചൂടായിരുന്നു നിനക്ക്? അമ്മു, കണ്ണൻ ചേട്ടൻ. എടാ കുട്ടാ, തോമപ്പള എന്തിനു പറഞ്ഞടാ? ആ ഒന്നും പറയണ്ട, കത്തി വെച്ച് കൊന്നു. അങ്ങോട്ട് പറയണത് ലോകത്ത് ഇതുപോലത്തെ വണ്ടി വേറെ ഇല്ല അത്ര. ഈ സാധനം വേറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ വർഷോ കൊല്ലോ അങ്ങനെ ഏതൊരു പടം ഇല്ലടാ. എല്ലാരും ചിരിച്ചേ. ടോണി സാറ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാണെങ്കിൽ ആ സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റി വെക്കോ. തവളെ വെറുതെ തവള കൂളിംഗ് ഗ്ലാസ് വെച്ചോ നടക്കുക. എടാ പാച്ചു, ഫോൺ എടുക്കടാ. ഹലോ അമ്മ. ആ പാച്ചു, നീ ചെക്ക് ലിസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോ.
ഒന്നും മിസ്സാവരുത്. നോ അമ്മ, എവറിത്തിങ് ഈസ് ഫൈൻ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. നീ അമ്മൂന്റെ ഫോൺ കൊടുക്ക. അമ്മ. ഹലോ. അമ്മൂട്ടി, രണ്ടുപേരും വഴക്കിടരുത് കേട്ടോ. ഓക്കേ. മിടുക്കരായിട്ടിരിക്കണേ. അമ്മ പിന്നെ വിളിക്കാം കേട്ടോ. ബൈ അമ്മ, ലവ് യു. ലവ് യു ചക്കര. ബൈ ബൈ. ഈ സാധനം മാറ്റിയേ, അകത്തന്നെ കിട്ടൂടെ? ഇതൊക്കെ എന്തുണ്ട് ചന്ദനൊക്കെ തൊട്ട്. ഞാൻ കല്യാണത്തിന് പോണേ. എന്നോട് കാണിക്കണ പോലെ കുസൃതി കുട്ടികളോട് കാണിക്കരുത് കേട്ടോ. ഞാനൊന്നും പറയണില്ലേ. പിള്ളേര് നല്ല രീതിയിൽ നിന്നില്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ പിടിച്ച് കാട്ടിക്കളഞ്ഞ. സാധനമൊക്കെ എത്തിയാ? അതൊക്കെ എടുത്തു വെച്ചു. അപ്പൂപ്പ. നന്നായി വരട്ടെ. ഞാൻ പറഞ്ഞൊക്കെ ഓർക്കണം കേട്ടോ. പിന്നെ മോടെ കാര്യം നീ നോക്കണം കേട്ടാ. ഓക്കേ അപ്പൂപ്പ. അമ്മൂമ്മ, ഞാൻ ചേട്ടക്കാരൻ നോക്കിക്കോളും. ഡോണ്ട് വറി. വല്യമ്മ അമ്പലത്തിൽ പോയിട്ട് വരിക. സന്ധ്യക്ക് നാമൊക്കെ ചൊല്ലണേ. എന്റെ മോള് നന്നായിട്ട് പഠിക്കണേ കേട്ടോ. ഇറങ്ങി. അതെ, മരുന്നൊക്കെ സമയത്ത് കഴിച്ചോളൂ കേട്ടോ. എനിക്കിപ്പോ സൗകര്യമില്ല, നീ ഒന്ന് പോയേ. ഒന്നും കഴിക്കട്ടെ, ഇങ്ങനെ നടന്നോ. ഒറ്റയ്ക്കാകുമ്പോ അനുഭവിക്കും. ഇവരൊക്കെ ഇല്ല ഇവിടെ. അതല്ല, നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ കിടന്ന് അനുഭവിക്കുന്നു. എന്തെങ്കിലും മേടിക്കണോ? കമ്പളി വല്ലോ വേണ്ടി ഇത്തിരി തേയില വാങ്ങിച്ചോണ്ട് പോരെ. ശരിയെന്നാ. അപ്പം പറഞ്ഞൊന്നും മറക്കരുത് കേട്ടോ. സ്കൂളിൽ ചെന്നാലേ നല്ല ഫ്രണ്ട്സായിട്ട് കമ്പനി കൂടാവും. പിന്നെ കുട്ടികളുടെ ബാഗിൽ കുട്ടനുള്ള പൊതിച്ചോറും കൂടി വെച്ചിട്ടുണ്ട്. അതിനല്ലേ ഞാനുള്ളത്. വണ്ടി കുഴിയിൽ ചാടി. കുഴിയിലേക്ക് വീഴ്ത്താൻ വേണ്ടി നീ വരട്ടെ വരട്ടെന്ന് പറഞ്ഞാ ഞാൻ മറ്റേ എടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞ്. നിന്നെ കണ്ണടച്ച് പൊടിക്കും ഞാൻ. ഇത് വലുതെന്തോ വരാൻ പോകുന്നെന്നാ തോന്നുന്നത്. ഒന്നും മിണ്ടാണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തവിടെ പോലീസ് കൊടുക്കൂട്ടാ. സീറ്റ് ബെൽറ്റ് ഇടണോ പാന്റിന്റെ ബെൽറ്റ് ഇടണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചോളാം കേട്ടാ. മൂത്തര പഠിപ്പിക്കണ്ട. ഇതൊക്കെ എനിക്കറിയാട്ടാ, എന്നെ പഠിപ്പിക്കണ്ട. നിനക്കടി അറിയാത്ത? നിനക്ക് തേങ്ങ നോക്കി അറിയോ? ഇല്ലല്ല, വലിയ ഓർത്തൊന്നും പറയണ്ട കേട്ടാ. ഇതെങ്ങടി മാപ്പിളയുടെ വണ്ടി ഉണ്ട്. കൊടൈക്കനാലിലേക്കാ ഇവറ്റുള്ള സ്കൂളിലാക്കാനേ. പോണ വഴിക്ക് വണ്ടി കത്തിക്കാവോ? രണ്ടു കൂടെ എടുത്തോ. രണ്ടു കൂടോ മോനെ ചെയ്ത് എന്താ? എന്താ അച്ഛാ? രണ്ടു കൂടെ എടുത്തോ. ശരി അച്ഛാ. ഒന്നും നീങ്ങി. ഈശ്വര, ഉരുളി കമത്തിണ്ടായതാ. കമത്തുണ്ടായിരുന്നു. ആ വലിയ പൂവാ അച്ഛാ. കൊച്ചിന് വലിയ പൂവാണെന്ന്. കൊടുത്തോടാ മോനെ. ഹൈ തോക്ക്. എന്നീ കൊച്ചു വെടി വെക്കണ അച്ഛാ. ഇതെന്തുട്ടത്? ഇതെന്തോ റീത്ത്? ഇതെങ്ങനെ കൊടുത്തേ? എനിക്ക് വേണം. ഇത് ശവത്തിന്റെ മേളിൽ വെക്കണന്ന്. എനിക്ക് വേണോടാ. നല്ല പൂവായിട്ടാ. ആവശ്യം വരുമ്പോ നെഞ്ചത്ത് വെക്കാം. സമാനായ നിനക്ക്. എന്തൊക്കെ തെരുവിളിക്കാം. ഞാനും വരട്ടെ കൊടക്കനാലിലേക്ക്. എനിക്ക്
എടാ പോടാന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലേ പ്രായം നോക്കില്ലേ പിടിച്ച് കാട്ടിക്കളയും ഞാൻ മനസ്സിലാവണ്ട